അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും പൗലോ മാഷിൻ്റെ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 2020 സേ പരീക്ഷയ്ക്ക് വെച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. 4x + 3 < 5x + 7. ഇനി വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫൈൻഡ് സൊല്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4xനെ അപ്പുറത്തേക്ക് മാറ്റി. ഇത് +4x ആയത് കാരണം അപ്പുറത്ത് വരുമ്പോൾ -4x. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാം 5xൽ നിന്ന് 4x കുറച്ച് കഴിഞ്ഞാൽ 1x ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഇവിടെ ഒരു -7 ഉണ്ടായിരുന്നു, അത് ഇപ്പുറത്തേക്ക് മാറ്റും. അല്ല, +7 ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി -7 ആയി. അപ്പം 3 - 7. ഓക്കെ, 3 - 7ൻ്റെ വാല്യൂ നമുക്കറിയാം ഓൾറെഡി -4 ആണ്. 3ൽ നിന്ന് 7 പോയാൽ -4 ആണ്. 1x എന്ന് പറഞ്ഞാൽ x തന്നെ. അപ്പോൾ x നമുക്ക് കിട്ടി -4 < x. ഇത് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ഇതേപോലത്തെ ഗ്രാഫായിട്ട് നമ്മൾ വരച്ച് കാണിക്കണം. ഇതേപോലെ റേഞ്ചിൽ എഴുതുകയും ചെയ്യണം. ഇനി വരച്ച് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ജസ്റ്റ് ഇവിടെ വന്നൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 4 < എന്ന് എഴുതിയല്ലേ? 4 < ഇവിടെ 4 എന്ന് മാത്രം വന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ <= എന്ന് വന്നാൽ അത് ഇൻക്ലൂസീവ് ആണ്. ചിഹ്നം മാത്രമേ അല്ലെങ്കിൽ ഗ്രേറ്റർ ചിഹ്നം മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ എക്സ്ക്ലൂസീവ് ആണ്. ഇനി =ൻ്റെയും കൂടി വന്നു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് വന്നാൽ നമ്മൾ എഴുതാൻ നേരത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. പിന്നെ ഗ്രാഫ് വരയ്ക്കാൻ നേരത്ത് കറുത്ത കുത്തിട്ടിട്ട് വേണം വരയ്ക്കാൻ. അത് ഇൻക്ലൂസീവ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കറുത്ത കുത്ത്. അപ്പോൾ ഇത് ഞാൻ കറുത്ത പൊട്ടെന്നും ഇതിനെ ഞാൻ വെള്ളപ്പൊട്ടെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇനി നോക്കിയാൽ മതി, ഇവിടെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു സ്ഥലത്ത് =ൻ്റെ ചിഹ്നമുണ്ട്, മറ്റേ സ്ഥലത്ത് =ൻ്റെ ചിഹ്നമില്ല. =ൻ്റെ ചിഹ്നം ഇല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് എന്ന് വിളിക്കും. പേരറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഇടേണ്ട ബ്രാക്കറ്റ് ഏതാണ്? ഓപ്പൺ ബ്രാക്കറ്റാണ്. പിന്നെ പൊട്ട ഏതാണ്? വെളുത്ത പൊട്ട്. ഇതിന് വെള്ളപ്പൊട്ടെന്ന് ഇനി പ്രത്യേക പേരില്ല, അത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെളുത്ത പൊട്ടെന്ന് പേര് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഈ ചാപ്റ്ററിൽ ഇത് മാത്രമേ പ്രത്യേകം പഠിക്കാനുള്ളൂ, പ്രത്യേകിച്ച് അധികം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലെസ് ചിഹ്നം മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, ലെസ് ചിഹ്നം മാത്രം. അപ്പോൾ ഈ ടേബിൾ അല്ല, ഇതാണ് എക്സ്ക്ലൂസീവിൻ്റേതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കണം, വെളുത്ത പൊട്ട് കൊടുക്കണം. ഓക്കെ, വെളുത്ത പൊട്ട് കൊടുത്തു, പിന്നെ ഓപ്പൺ ബ്രാക്കറ്റും കൊടുത്തു. സംഗതി കറക്റ്റായി. ഇനി ഇതിനെ ആദ്യം വായിച്ചതിന് ശേഷം മാത്രമേ ഇത് വരയ്ക്കാവുള്ളൂ, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇതിനെങ്ങനെയാണ് വായിക്കേണ്ടത്? -4നേക്കാൾ വലുതാണ് എക്സ്. ഒന്നുകൂടി വായിക്കാം, -4നേക്കാൾ വലുതാണ് എക്സ്. ഇത് വായിച്ചതിന് ശേഷം മാത്രമേ ഇത് വരയ്ക്കാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഖ്യാരേഖ വരച്ചു. ആദ്യം നമ്മൾ 0നെ അടയാളപ്പെടുത്തി, പിന്നെ -4നെ അടയാളപ്പെടുത്തി. ഇനി -4നേക്കാൾ വലുതാണ് എക്സ്. -4നേക്കാൾ വലുത് റൈറ്റ് സൈഡിലുള്ള സംഖ്യകളായിരിക്കും. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ആരോ മാർക്ക് ഇട്ടു. പിന്നെ ഇവിടെ ഏത് പൊട്ട് കൊടുക്കണം? കറുത്ത വേണോ വെളുത്ത വേണോ? ഇവിടെ =, എന്നുള്ള ചിഹ്നമില്ല, അത് കാരണം നമ്മൾ വെള്ളപ്പൊട്ട് കൊടുത്തു. ഓക്കെ, നമ്മൾ വരച്ചു. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ അവസാനത്തെ സംഖ്യ എന്താണ്? ഇൻഫിനിറ്റി, +∞. അപ്പോൾ നമ്മൾ കൊടുത്തു 4 ഉൾപ്പെടുന്നില്ല, എക്സ്ക്ലൂസീവ് ആണ്. എക്സ്ക്ലൂസീവ് ആയത് കാരണം നമ്മൾ എന്ത് കൊടുത്തു? ഓപ്പൺ ബ്രാക്കറ്റ്, -4 ഓപ്പൺ ബ്രാക്കറ്റ്. പിന്നെ ഇവിടെയുള്ള സംഖ്യ ഇൻഫിനിറ്റി, +∞ വരെ. ഓക്കെ, ഇൻഫിനിറ്റിയുടെ അടുത്തുള്ള ചിഹ്നം എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും, അവിടെ ഒരിക്കലും സ്ക്വയർ ബ്രാക്കറ്റ് വരില്ല. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2019 മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നമ്മുടെ ഷേപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ലീനിയർ ഫോർമാറ്റ് അല്ല. ഇവിടെ ഒരു 3 കൂടി ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഒരു 3 കൂടി ഉണ്ട്. അപ്പോൾ ഈ 3നെ നമ്മളെടുത്ത് അങ്ങോട്ട് മാറ്റണം. അത് മാത്രമേ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പം ഇത് -3 ആയിരുന്നുവെങ്കിൽ അപ്പുറത്തോട്ട് മാറ്റുമ്പം ഇൻഈക്വാളിറ്റി ചേഞ്ച് ആയേനെ. ഇത് -3 അല്ല, +3 തന്നെയാണ്. അപ്പോൾ ഇൻഈക്വാളിറ്റി ചേഞ്ച് ആവില്ല. ഇനി നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഈ ആൻസറുകൾ കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് +3 ആണ്, അപ്പുറത്തേക്ക് മാറ്റുന്നതിൽ യാതൊരു പ്രശ്നമില്ല. +3 അപ്പുറത്തേലും എന്താവും? ഇത് ബൈയുടെ താഴെയാണുള്ളത്, അപ്പുറത്തേലുമ്പോൾ മുകൾ വശത്ത് വരും. x+2 / 1. ഇത് ശരിക്കും x+2 / 1 ആണ്. അതിൻ്റെ മുകൾ വശത്തേക്ക് ആയിരിക്കും ആര് വരിക? 3 വരിക. അതായത് 3 ഇവിടെ ആണ്, അപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു വരും. നോക്കിയേ, 3 ഇൻറ്റു ചെയ്തു ആരെ? ഇവിടെ ഉള്ളയാളാണ് x+2. ഇനി ബാക്കി ഇവിടെ എന്താണ് അവശേഷിക്കുക? 3 ഇവിടെ ഉണ്ടാവില്ല, ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടാവും. 5x + 2. ഓക്കെ, ഇത്രയും വരെ കിട്ടി. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. 3 കൊണ്ട് ഈ 2നെ മാത്രം 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരാ, 2 പേര് എക്സിനെ ചെയ്യണം, 2നെ ചെയ്യണം. അപ്പോൾ 3xഉം 2ഉം. ഇതിൻ്റെ ഇടയ്ക്ക് ഏത് ചിഹ്നം കൊടുക്കണം? ഇതേ പ്ലസ് ചിഹ്നം ഇവിടെ താഴെ ഇറക്കി എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 3x ആണെന്നും കിട്ടി, 6 ആണെന്നും കിട്ടി. പിന്നെ ഇൻഈക്വാലിറ്റിക്ക് യാതൊരു വ്യത്യാസം വരുന്നില്ല, സെയിം ഇൻഈക്വാലിറ്റി തന്നെ.
ഈ സൈഡിൽ നമുക്ക് ഓൾറെഡി അറിയാം 5x + 2. ഇതിപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ പോലെയായി. ഇതൊരു ലീനിയർ ഫോർമാറ്റിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇതൊരു ലീനിയർ ഫോർമാറ്റ് അല്ല, a/b ഫോർമാറ്റാണ്. അതിന് നമ്മൾ എങ്ങനെയാണ് മാറ്റിയത്, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് മാറ്റിയത്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ ചെയ്തു. അപ്പം ഇപ്പോൾ ലീനിയർ ഫോർമാറ്റായി. ഇനി ഇത് 5x, ഇതെന്താണ് 3x. അപ്പം 5 ചക്ക, 3 ചക്ക, ചക്കകളെല്ലാം കൂടി ഒരു വശത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇതെന്താ 2 രൂപ, ഇത് 6 രൂപ. 2ഉം 6ഉം ഒരേ സൈഡിൽ, രൂപകളെല്ലാം ഒരേ സൈഡിലും ചക്കകളെല്ലാം ഒരേ വശത്തും വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് +3x ആണ്. ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി -3x. ഇത് +2 ആണ്. തൊട്ടപ്പുറത്ത് ചെല്ലുമ്പോൾ -2 ആയി. ഇനി 6ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 4, 5ൽ നിന്ന് 3 പോയാൽ 2. ഇനി വളരെ എളുപ്പമാണ്, ജസ്റ്റ് ബേസിക് മാത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ, ഒന്നുമില്ല. ഇനി 2നെ ഈ ഇൻഇക്വാലിറ്റിയുടെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ സൂക്ഷിക്കണം, ഇതെന്താണ് 2 +2 ആണ്. മൈനസ് ആയിരുന്നുവെങ്കിൽ ഇൻഇക്വാലിറ്റി ചേഞ്ച് ആയേനെ. ഇവിടെ +2 ആയത് കാരണം ഇൻഇക്വാലിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 2നെ എടുത്ത് അപ്പുറത്തോട്ട് വെച്ചു. അപ്പോൾ 4/2, കാരണം എന്താ 2 ഇവിടെ ഇൻറ്റു ആണ്, തൊട്ടപ്പുറത്ത് ചെല്ലുമ്പോൾ ഡിവിഷൻ ചെയ്യണം. ഓക്കെ, നമ്മൾ ഡിവിഷൻ ചെയ്തു. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 കിട്ടി. x < 2. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഇതിൻ്റെ ഗ്രാഫ് തൊട്ടടുത്ത ക്വസ്റ്റ്യനായിട്ട് സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ.